ഹായ്, ഞാനപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ആനീസ് കിച്ചണകത്ത് ഊർമിളാമ്മ പറഞ്ഞൊരു റെസിപ്പിയാണ് മാങ്ങാപ്പുളിശ്ശേരിയുടെ. അപ്പം മാം പറഞ്ഞു കേട്ടപ്പോൾ തൊട്ട് വയറ് വെള്ളം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. അപ്പം വിഷു ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ച് അതിനായിട്ട് 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ശർക്കര. അത് ഞാൻ വെള്ളം ഒഴിച്ചൊന്ന് വെക്കുകയാണ്, കാരണം പെട്ടെന്നൊന്ന് അലിഞ്ഞ് കിട്ടാനായിട്ട് അങ്ങനെ വെക്കുന്നത്. ഇത് നന്നായിട്ട് അലിഞ്ഞ് വരുമ്പോൾ നമുക്കിത് അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാവേ. നമുക്കിനി വേണ്ടത് 2 മാങ്ങയാണ്. ഈ മാങ്ങയുടെ തൊലി മുഴുവൻ നമുക്ക് കളഞ്ഞെടുക്കണം. തൊലി മുഴുവൻ കളഞ്ഞെടുത്തതിന് ശേഷം ഞാനിത് ചട്ടിക്കകത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടിക്കകത്തോട്ട് മാങ്ങ ഇട്ടതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് പിന്നെ ഒരു 1.5 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് വെച്ച് ഇത് കണ്ടോ, നമ്മുടെ ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. പിന്നെ ഈ മാങ്ങ ഇത് അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ, കാരണം ഈ മാങ്ങ ഇത്രയും വലുതായതുകൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടണ്ടേ. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കാരണം അത് മുഴുവനായിട്ട് വെന്ത് കിട്ടണമെങ്കിൽ ഇത്തിരി വെള്ളം കൂടെ വേണ്ടി വരുവേ. അപ്പോൾ ഏകദേശം ഈ മാങ്ങ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മുടെ ഇതുണ്ടല്ലോ, ശർക്കരപ്പാനി ഉണ്ടല്ലോ, അതെടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നൂൽ പരുവമൊന്നും ആകണ്ട, ഒരു ഇത്തിരി കട്ടിയായിട്ടുള്ളൊരു പാനി പരുവം ആകുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിനകത്തോട്ട് ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കണേ. ആ ലേശം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് അവിടെ ഇരുന്നൊന്ന് തിളയ്ക്കട്ടെ. ആ മാങ്ങയ്ക്കകത്ത് നെയ്യും കൂടെ ഒഴിച്ച് വരുമ്പോൾ ഒരു അസാധ്യ മണമാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ മാങ്ങ അവിടെ ഇരിക്കട്ടെ. നമുക്കിനി തേങ്ങാപ്പീര വേണം. ഒരു 2 പിടി തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് വേണ്ടത്ര തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവേ. ഇനി നമുക്ക് വേണ്ടത് നെയ്യാണ്. നെയ്ക്കകത്ത് തന്നെ കടുക് വറക്കണം എന്നാണ് മാം പറഞ്ഞത്. അപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തു, അതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുത്തു, ലേശം ഉലുവ ഇട്ട് കൊടുത്തു, പിന്നെ നമ്മുടെ ഉണക്കമുളകും ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇത്രയും മതിയേ. അപ്പോൾ ഇത് നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവേ. ഈ നെയ്ക്കകത്ത് കടുകൊക്കെ താളിക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. അപ്പോൾ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് സത്യം പറയാമല്ലോ, ഭയങ്കര ടേസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലേ. നമുക്കിവിടെ തികഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അത് ഞാൻ എൻ്റെ പാത്രം കാണിച്ചു തരാം. ഞാൻ ആ മാങ്ങയുടെ ഇത് കണ്ടോ, ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം കേട്ടോ. ബൈ.